വൈകിയല്ലേ? അത് സാരമില്ല, തൊഴുതു വന്നോളൂ. ഞാൻ പുറത്തുനിന്ന്. ഒരു മിനിറ്റ്. എന്താ കുട്ടിയെ, വിശേഷിച്ച് പിറന്നാൾ വല്ലതാണോ? അല്ല, അച്ഛന്റെ അമ്മന്റെ ആണ്ടാ. ഓ, 7 കൊല്ലായില്ലേ? ഓർക്കാൻ വയ്യ. എന്തെടോ നിന്ന് മുഷിഞ്ഞോ? ഹേയ് ഇല്ല. കാലാകാലം എന്റെ കൂടെ ഒന്നും മുഷിയാണല്ലേ? സാരമില്ല. ചെറിയൊരു മഴക്കോളുണ്ട്. വാ നമുക്ക് പോവാം. ഇനി ഒരാഴ്ചയോടും കഴിഞ്ഞാ ഒരു ഒടുക്കത്തെ കാത്തിരിപ്പിന് അവസാനാവും. അല്ലടോ? എന്റെ അത്രയ്ക്ക് ധൃതിയായോ എന്നെ കേട്ട? പിന്നല്ലാതെ. ചെറുപ്പം തൊട്ട് ഇത്രടം വരെ സ്നേഹിച്ചു നടന്നില്ലേ? ഇനി കല്യാണം കഴിഞ്ഞുള്ള സ്നേഹം ഒക്കെ മതി എന്റെ മോളെ. എന്താ മണവാളനും മണവാട്ടിയും കൂടെ തൊഴാൻ വന്നതാ? അല്ല, റേഷൻ വാങ്ങാൻ വന്നതാ. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്തൊരുക്കം! നമ്മുടെ അച്ഛനമ്മമാര് പോയതിൽ പിന്നെ തന്റെ വീടും എന്റെ വീടും ഉറങ്ങിയില്ലേ? 7 വർഷമായിട്ട്. 7 വർഷം മുമ്പ് ഇതേ ദിവസം നമ്മളെല്ലാവരും ഒന്നിച്ച് മൂകാംബികയിൽ പോയതും മടങ്ങിയതും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. പക്ഷേ വീട്ടിൽ തിരിച്ചെത്താൻ നമ്മൾ മക്കള് മാത്രല്ലേ ബാക്കിയുണ്ടായുള്ളൂ. വിധി ഒരു തീവണ്ടി ദുരന്തമായി നമ്മുടെ മാതാപിതാക്കളടക്കം നിരവധി ജീവനെ തട്ടിയെടുത്ത ആ രാത്രി ഓർക്കുമ്പോ. വേണ്ട മനുവേട്ടാ, ഇനി ഓരോന്നോർത്ത് വെറുതെ സങ്കടപ്പെടണ്ട. നമ്മുടെ അച്ഛനമ്മമാരുടെ ദേഹം മാത്രമല്ലേ നമ്മളെ വിട്ടുപോയിട്ടുള്ളൂ. അവരുടെയൊക്കെ ആത്മാവ് എന്നും നമ്മുടെ കൂടെ ഇല്ലേ? മനുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം തീർച്ചയായും അവർ നമ്മെ അനുഗ്രഹിക്കാൻ എത്തും. തൊട്ടനുഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെത്തും. അതൊക്കെ പോട്ടെ. കുട്ടനെന്ന് വർക്ക്ഷോപ്പിൽ പോയില്ലേ? ഇല്ല, തുണി സ്വർണം എടുക്കാൻ പോണെന്ന് പറഞ്ഞു ഇന്ന് ലീവ് എടുത്തിരിക്കുക. അതുകൊണ്ട് ഞാനും ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. കുട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? പഠിപ്പിലൊക്കെ മിടുക്കനായിരുന്നു. അവന്റെ കൂടെയുള്ളവരൊക്കെ പഠിച്ച് രക്ഷപ്പെട്ടു. മാത്രം ഇങ്ങനെ കരിയും ചെളിയും പുരണ്ട്. സാരല്ല, ഒക്കെ നല്ലതിനാവും. പിന്നെ പണ്ടങ്ങളൊക്കെ കുറച്ചെടുത്താ മതി. അതൊന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ കെട്ടാൻ പോണ്. പറഞ്ഞേക്കാം. ശരി സാറേ, മഴ വരുന്നു. പോകാം. നല്ല ചേലുണ്ട് എന്റെ ചേച്ചിയെ കാണാൻ. അമ്മയുടെ കല്യാണ ഫോട്ടോലെ പോലെ തന്നെ. സത്യം? അസല് മണവാട്ടി തന്നെ. ഒന്ന് പോടാ. പിന്നെ മണവാട്ടിക്ക് ഇതിന്റെ ഒരു കുറവുകൂടിയുണ്ട്. ഇപ്പന്റെ ഒരു കാര്യം. ചേച്ചി മുറിന്ന് ചിരിച്ചോണ്ട് ഓടിയപ്പോ തന്നെ എനിക്ക് തോന്നി ചേച്ചി ഇവിടെ നിന്ന് കരയാവുന്നു. ഞാൻ കരഞ്ഞൊന്നുമില്ല. സമ്മതിച്ചു, കണ്ണില് കരട് പോയതാന്നല്ലേ. എന്റെ ചേച്ചി, ഞാൻ കുറെ കാലായില്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഈ കണ്ണീര് ഒരാഴ്ചയോടെ കഴിഞ്ഞ പിന്നെ അതുകൂടി ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് അല്ലേ ചേച്ചി? നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ ചേച്ചിക്ക് പോവാൻ പറ്റുവാടാ? പിന്നല്ലാതെ. മനുവേട്ടനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാനാ ചേച്ചിയുടെ പ്ലാൻ. എന്നാലും ചേച്ചി, അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. അധികം ദൂരമൊന്നുമില്ലല്ലോ. അങ്ങട്ടിങ്ങോട്ട് എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. എന്റെ ചേച്ചിയുടെ സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും വലുത്. ചേച്ചി എനിക്ക് ചേച്ചി മാത്രമല്ലല്ലോ, എന്റെ അമ്മയും കൂടെയല്ലേ. ചേച്ചി, ഞാൻ എന്റെ കൂട്ടുകാരോട് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടേക്കാടാ? മലമ്പുഴ കാണാനേ ചേച്ചി. എങ്ങനെ പോണേ? ബൈക്കുണ്ട്. ഞാൻ പോയിട്ട് വരാം. ശരി എന്നാ. സൂക്ഷിച്ചു പോണം കേട്ടോ.
ഹലോ, അതെ, എന്താ മനുവേട്ടാ? എപ്പോ എവിടെ വച്ച്? കുട്ടാ, മനുവേട്ടാ, എന്റെ കുട്ടന് എന്താ പറ്റിയത്? പറ, എന്റെ മോൻ എന്താ പറ്റിയത്? നീ കരയാതെ, ഞാൻ വിളിച്ചോ പറഞ്ഞില്ലേ, ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. കയ്യില് ചെറിയൊരു മുറിവ്, നെറ്റിയിലും. എന്നിട്ട് എവിടെ? ഐസിയില, കുറച്ചു കഴിഞ്ഞ് കയറി കാണാം. ആദ്യം താനൊന്ന് കരയാതിരിക്കേ, അതിന് മാത്രം ഒന്നുമില്ല. ഡോക്ടറെ വിളിക്കുന്നു. അതെ, ഇരിക്കൂ. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടോ കുട്ടന്റെ ഭാഗ്യം കൊണ്ടോ ഈശ്വരന്റെ കൃപ കൊണ്ടോ ആയിരിക്കാം. എന്തായാലും പറഞ്ഞത് കേട്ട് നോക്കുമ്പോൾ തലനാരിഴയ്ക്കാണ് ഒരു ലോറിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. ബൈക്കിൽ കൂടെയുണ്ടായിരുന്നവന്റെ കാലിലൊരു പൊട്ടുണ്ട്. താനൊന്ന് കരയാതിരിക്കണോ? ഒന്നുമില്ലെങ്കിലും താനൊരു നേഴ്സല്ലേ, അതും ഇവിടുത്തെ. ഇതിലും വലിയ എത്രയോ കേസുകൾ താൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എവിടെ പോയി തന്റെ ധൈര്യമൊക്കെ? ഞാൻ എന്റെ കുട്ടിയെ ഒന്ന് കണ്ടോട്ടെ. ആവാം. പിന്നെ കൊണ്ടുവന്നപ്പോൾ മുറിവ് ചെറുതാണെങ്കിലും നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ബ്ലഡ് ആവശ്യം വരും. ആളെ കൊണ്ടുവന്നോളൂ. ഓ പോസിറ്റീവാണ്. ഞാനും ഓ പോസിറ്റീവാണ് സാർ. എന്നാ വേഗം റെഡി ആയിക്കോളൂ. ഇത് മുഴുവൻ കുടിക്കണം. ഗുളി കഴിക്കാനുള്ളതാ. ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ ചേച്ചി കല്യാണത്തിന്? ഒന്നും ഒരുക്കിയില്ലല്ലോ. അതൊക്കെ ഒരുങ്ങിക്കൊള്ളും. കുട്ടൻ അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. എന്നാലും ചേച്ചി ഒറ്റയ്ക്ക്. ടെൻഷൻ അടിക്കല്ലേ കുട്ടാ, നിന്റെ ചേച്ചിയെ ഞാൻ കിട്ടിയ പോരെ, അത് ഞാൻ ഏറ്റു. അതിനൊരു ആർഭാടം വേണ്ട. ആ നേരത്ത് കുട്ടൻ അവിടെ വന്ന് നിന്നാ മതി. ബാക്കിയൊക്കെ ശരിയാവും. സിസ്റ്ററെ, ഡോക്ടറെ വിളിക്കുന്നു. എന്താ സാർ? എന്നാ ധന്യയുടെ കല്യാണം? ഈ വരുന്ന 18-ന്. ഞാൻ വിളിച്ചിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ സാർ? ധന്യയ്ക്ക് മനുവിന് വലിയ ഇഷ്ടമാണോ? അതെ. മനുവിനോ? ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്ന താൻ എന്തു ചെയ്യും? സാർ എന്തായി പറയണേ? പിന്മാറാനോ? കുഞ്ഞിനാളിൽ തുടങ്ങിയ ഇഷ്ടാ ഞങ്ങളുടേത്. കുസൃതി പോലെ, കൗതുകം പോലെ തുടങ്ങിയൊരിഷ്ടം പിന്നെപ്പോഴോ പ്രണയമായി. ഒടുവിൽ ഒന്നിച്ച് ജീവിക്കാനും തയ്യാറായി. അത് അത്ര പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്. സാറിന് ഇതെന്തു പറ്റി? ഇങ്ങനെ ചോദിക്കാനും മാത്രം എന്തുണ്ടായി? ഇനി കൂടുതലായി ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. കുട്ടി, നിനക്കെന്നും നല്ലത് മാത്രം വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നീ എനിക്ക് വെറുമൊരു സ്റ്റാഫല്ല, എൻ്റെ സ്വന്തം മോളെപ്പോലെയാണ്. അറിഞ്ഞുകൊണ്ടൊരാപത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. എന്താണെങ്കിലും പറയൂ സാർ. പറയാം. കേട്ട ശേഷം ഉചിതമായൊരു തീരുമാനം എടുക്കുക. മനുവിൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ നേരിയ അസ്വാഭാവികത തോന്നി. കൂടുതൽ ടെസ്റ്റുകൾ വേണ്ടി വന്നു വരും. എലിസ ടെസ്റ്റ് വരെ. HIV പോസിറ്റീവ്. മനു അറിയാതെ തന്നെ കുട്ടന് വേണ്ടി വേറെ ബ്ലഡ് എത്തിച്ചു. മോളെ, നിനക്കിനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട്. തമ്മിൽ പിരിയാൻ 100 ഉപായം കണ്ടെത്താൻ നിനക്ക്. അങ്ങനെ വന്നാൽ
മനുവിനോടൊപ്പം ഒരു മാരക രോഗത്തിന്റെ ഈ ശാഖയും അവസാനിക്കും. മറിച്ചായാൽ നിങ്ങൾ ഒന്നിച്ചാൽ വരും തലമുറയിലേക്കും അത് പടരും. അതുകൊണ്ട് വേണ്ട, എനിക്കതിന് കഴിയില്ല. മനുവേട്ടനെ പിരിയാൻ എനിക്ക് കഴിയില്ല. ഇഷ്ടപ്പെട്ടു പോയി. മരണത്തിലും ഒന്നിച്ചു പോയിക്കോളാം ഞാൻ. നിങ്ങളുടെ സ്നേഹത്തിനു മുൻപിൽ ഞാൻ തോറ്റുകുട്ടി. വിധിയും തോൽക്കും, തീർച്ച. പിന്നെ മനു ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. എങ്ങനെ ഇക്കാര്യം അറിയിക്കുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. വേണ്ട സാർ, തൽക്കാലം മനുവേട്ടൻ ഇത് അറിയണ്ട. മരുന്നും കൃത്യനിഷ്ഠകളൊക്കെ ശ്രദ്ധിച്ച് ഞാൻ ചെയ്തോളാം. സ്നേഹം, അതാണ് ഏറ്റവും വലിയ മരുന്ന്. അത് തന്റെ പക്കൽ ധാരാളമുണ്ടല്ലോ. കല്യാണത്തിന് ഞാൻ വരാം. കല്യാണം ചെറിയ രീതിയിലൊക്കെ തന്നെയാണ് തീർന്നതെങ്കിലും ഒക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കും വൈകി. താനെന്താ സ്വപ്നം കാണാ? അതോ ഞാൻ എത്താൻ വൈകിയതിന്റെ പരിഭവമാണോ? എന്താടോ, എന്തു പറ്റി? എല്ലാം ഭംഗിയായി കഴിഞ്ഞില്ലേ? കുട്ടനും പങ്കെടുത്തു. അവനിവിടെ തനിച്ചാക്കിയിട്ടല്ലോ നമ്മളവിടുന്ന് പോന്ന്. അപ്പുറത്തെ മുറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. പിന്നെ താൻ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛന്മാരുടെയും നമ്മുടെ അമ്മമാരുടെയും ആത്മാവുകളൊക്കെ ഇന്നേറെ സന്തോഷിച്ചിരിക്കും. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവരുടെ ആഗ്രഹവും നമ്മുടെ ആഗ്രഹവും ഒന്നായ ദിവസമല്ലേ ഇന്ന്. ദേ, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. അത് വെറുതെ കരഞ്ഞു നശിപ്പിക്കല്ലേ. ഭാവിയെക്കുറിച്ചുള്ള വിലയേറിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. അല്ലെങ്കിൽ ഇനി എന്ത് തീരുമാനിക്കാൻ? ഒക്കെ നമ്മള് പണ്ടേ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ. ഓർമ്മയുണ്ടോ തനിക്ക്? ആദ്യത്തെ ഉണ്ണി ഉടനെ വേണമെന്ന് താൻ എന്നെ കൊണ്ട് ശപഥം ചെയ്യിച്ചത് ഓർമ്മയുണ്ടോടോ? എന്തത്? ആദ്യരാത്രിക്ക് പാലിന്റെ ഒപ്പം ഗുളിക? ഇങ്ങനൊരു കേട്ടുകേൾവില്ലല്ലോ. പാല് കുടിച്ച വേഗം ഉറങ്ങും. അങ്ങനെ ഉറക്കം വരാതിരിക്കാനാ ഈ ഗുളിക. ഒന്നുമില്ല, വെറും വൈറ്റമിൻസാ. ഡെയിലി ഓരോന്ന് കഴിച്ചാൽ മതി. ഞാനെടുത്തു തരാം. നിന്റെ നേഴ്സ് പണി എന്റെ അടുത്ത് വേണോ മോളെ? ശരി, നിന്റെ കൈകൊണ്ട് തരുന്നല്ലേ. അതെന്ത് തന്നെയായാലും അതെനിക്ക് അമൃത. മനുവേട്ടാ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ കേക്കോ? എന്തേ? മുൻപ് പറഞ്ഞ കാര്യം ഞാൻ തൽക്കാലം പിൻവലിച്ചോട്ടെ. എന്ത് കാര്യം? ആദ്യത്തുണ്ണി ഉടനെ വേണമെന്ന കാര്യം. എന്തേ ഇപ്പൊ ഇങ്ങനെ പറയാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, അതിനൊക്കെ സമയമുണ്ടല്ലോ.
ഇപ്പൊ കുറച്ചു കാലത്തേക്ക് ഉണ്ണികളൊന്നും വേണ്ട. എനിക്കുണ്ണിയായി മനുവേട്ടനും ഞാനും മതി. സ്നേഹിച്ചു കൊതി തീരാത്തത് കൊണ്ടാ. മറ്റൊരുണ്ണി ഞാൻ ആവശ്യപ്പെടുമ്പോ മാത്രം മതി. നിന്റെ ഇഷ്ടത്തിൽ കൂടുതല് എനിക്ക് വേറെന്താ ഉള്ളത്? കുഞ്ഞുണ്ടാകുന്നതിൻ്റെ കാര്യത്തിൽ ധന്യ എടുത്ത തീരുമാനം പ്രശംസനീയം തന്നെ. ഒരു തലമുറയെങ്കിലും തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. പക്ഷേ നിങ്ങളുടെ സ്വകാര്യതയിലും കൂടെ ഒരല്പം സുരക്ഷിതത്വം സ്വീകരിക്കാമായിരുന്നു. നിയമാനുസൃതമായ ടെസ്റ്റുകൾ ചെയ്യുക, മരുന്ന് കഴിക്കുക, സന്തോഷമായിരിക്കുക. ഇത് മോളോട് എനിക്ക് പറയാനുള്ളൂ. മനുവിനെ കൂടുതൽ സ്നേഹിക്കുക. അതിലേറെ സ്നേഹം അയാളിൽ നിന്നും സ്വീകരിക്കുക. പിന്നെ അധികാലം സത്യം മറച്ചേക്കണ്ട. അയാളോട് തുറന്നു പറയുക, ധീരമായി തന്നെ. ആത്മവിശ്വാസം വളർത്തുക. അതിനുള്ള കരുത്ത് താൻ സ്വയം ആർജിക്കുക. പിന്നെ ശുചിത്വവും പരിപാലനവും ഏറ്റവും കൂടുതൽ വേണ്ടിവരുന്നൊരു ഘട്ടമാണിത്. ജീവിത ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനായി ജീവിക്കുന്നതിനും പ്രോത്സാഹനം കൊടുക്കണം. HIV ബാധിതനാണെങ്കിലും മറ്റുള്ളവരെ പോലെ തന്നെ തങ്ങൾക്കും തികച്ചും സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് കൃത്യമായ ചികിത്സാക്രമങ്ങൾ തുടരുന്നതിലൂടെ അസുഖത്തിന്റെ കാഠിന്യത്തെ ചെറുത്തു നിൽക്കാം എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അതിലൂടെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ പിടിച്ചടക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. ഇവിളിത് എവിടെ വെച്ചു? ആ കടലാസില്ലാതെ എനിക്ക് ബാങ്കിലേക്ക് ചെല്ലാനും പറ്റില്ല. ഇവിടെ വെച്ചു ഞാൻ. ഇതെന്താ വാതിലൊന്നും പൊട്ടാതെ കിടന്നുറങ്ങ? എന്താ മനുവേട്ടാ? എന്റെ മാത്രം തന്നിക്ക്
ഹൃദയം പറിച്ചെടുക്കുന്നതിനേക്കാൾ വേദനയോടെയാണ് ഞാൻ ഈ വാക്കുകൾ കുറിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ഒഴുക്ക് എവിടേക്കാണെന്ന് ഞാൻ അറിയുന്നു. അവസാനം എന്തെന്നും ഞാൻ അറിയുന്നു. അറിയാതെ ഒരു നാളിൽ ചെയ്തു പോയൊരു തെറ്റിന്റെ ഫലം ഇത്ര മാരകമായി ഒരു തീരാവേദനയായി തീരുമെന്ന് കരുതിയില്ല. കരുതാൻ അന്നത്തെ സമയത്ത് കഴിഞ്ഞില്ല. യൗവനകാലത്തെ ചോരത്തിളപ്പിനിടെ സംഭവിച്ചു പോയൊരു തെറ്റ്. കോളേജ് ജീവിതത്തിനിടയിലെ ഒഴിവുദിനങ്ങൾ ആസ്വദിക്കാൻ വടക്കേ ഇന്ത്യയിലേക്ക് ഒരു ട്രിപ്പ്. കൂട്ടുകാരുമത്. ചെയ്യുന്നതെല്ലാം ശരിയെന്ന് തോന്നുന്ന പ്രായത്തിൽ ശരിയെന്ന് കരുതി ചെയ്തുപോയി. അത് കൂട്ടുകാരുടെ മുമ്പിൽ ആണത്ത് തെളിയിക്കാനുള്ള വ്യഗ്രതയായിരുന്നോ, അതോ അകമനസ്സിൽ ഊറിക്കിടന്നിരുന്ന ആഗ്രഹങ്ങളുടെ ശമനത്തിനായിരുന്നോ എന്നറിയില്ല. ഈ മാരകരോഗത്തിന്റെ വിഷബീജം ഞാൻ ഏറ്റെടുത്തു. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് പെണ്ണെ നീ എന്റെ നശിച്ച ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ഇനി നിന്റെ കണ്ണുകളിൽ നോക്കാൻ, നിന്റെ മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് കഴിയില്ല. മരണത്തിലേക്കൊരു യാത്ര, അത് നമുക്ക് കൂടിയേ തീരൂ. നീയാണ് ആദ്യം യാത്രയാകുന്നതെങ്കിൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു നിന്നെ. അതുകൊണ്ട് ഞാൻ മുമ്പേ നടക്കുന്നു. ഗുഡ് ബൈ. മനുവേട്ടാ, എന്താ ഇതൊക്കെ? സഹിക്കാഞ്ഞിട്ടാടാ. ഞാൻ മാത്രം ഒറ്റയ്ക്ക് എരിഞ്ഞടങ്ങിയാൽ പോരായിരുന്നു. എന്റെ പൊന്നും മോളും കൂടെ എന്തിനാ വെറുതെ? ഇല്ല, അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. എങ്ങോട്ടും മരണത്തിലായാലും കൂടെ ഉണ്ടാവണമെന്ന് പരസ്പരം ശപഥം ചെയ്തവരല്ലേ നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ വിഷത്തിന്റെ പകുതി എനിക്കും തന്നൂടെ? വേണ്ട, ക്ഷമിക്ക്, പറ്റിപ്പോയി. നമുക്ക് ജീവിക്കാടാ. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല മനുവേട്ടാ, ഈ വിഷബീജം താങ്ങുന്ന ഒട്ടനേകം പാവങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ കൂടെ നമുക്കും ചേരാം. നമ്മൾ പരസ്പരം സ്നേഹിക്കും പോലെ അവരെയും സ്നേഹിക്കാം. എന്റെ മനുവേട്ടന് ഒന്നുമില്ല, ഒരസുഖവും ഇല്ല. എനിക്കും ഒന്നും ഉണ്ടാവില്ല. നമ്മളൊന്നും രോഗികളല്ല മനുവേട്ടാ.